الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد شيخ الإسلام ابن تيمية رحمه الله القصيدة اللامية എന്ന ചെറിയ കവിതയാണ് നാം വിശദീകരിച്ചു വരുന്നത്. അതിൽ അടുത്തതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. وأقول ഞാൻ പറയുന്നു, അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഖൗൽ എന്ന് പറയുമ്പോൾ അത് നിരുപാധികമായി പറഞ്ഞാൽ അതിൽ വാക്കുകൊണ്ട് പറയുന്നതും അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതും ഖൗൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അവിടെ കേവലം നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അഖൂലു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഖാല അല്ലാഹു ജല്ല ജലാലുഹു, അള്ളാഹു പറഞ്ഞത് എന്താണോ അത് ഞാൻ പറയുകയും വിശ്വസിക്കുകയും ചെയ്യും. അതുപോലെ വൽ മുസ്തഫൽ ഹാദി വല അതഅവ്വലു, അൽ മുസ്തഫ അൽ ഹാദി, ഇത് രണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമായിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പരിചയപ്പെടുത്തുകയാണ്. അഥവാ മുഹമ്മദ് നബി പറഞ്ഞതും ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്യും. വല അതഅവ്വലു, ഞാനതിൽ തഅ്വീൽ നടത്തുകയില്ല. ഇവിടെ തഅ്വീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഹരീഫ്, ഞാനതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്ന് മൊത്തത്തിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം താഴെ വരുന്നതാണ്. ഈ വരിയിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം സ്ഥാപിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും ഒരു മുസ്ലിം അവന്റെ ദീനിന്റെ കാര്യങ്ങൾ, അത് വിശ്വാസ കാര്യങ്ങളാണെങ്കിലും അനുഷ്ഠാന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം സ്വീകരിക്കുന്നതിന് അവന്റെ പ്രമാണം എന്താണ് എന്ന കാര്യമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ അവരുടെ അടുക്കൽ പ്രമാണമായിട്ടുള്ളത് ഖുർആനും സുന്നത്തുമാണ്. പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി, അവന്റെ അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തും, അത് സഹാബികൾ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അവരെങ്ങനെ വിശദീകരിച്ചുവോ അതാണ് നാം അവലംബിക്കുന്നതും നാം തെളിവാക്കുന്നതും. എന്നാൽ നമ്മുടെ ബുദ്ധിയോ അതല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന ചില ഫൽസഫക്കാരുടെ തത്വചിന്തകന്മാരുടെ അവൻ ഉണ്ടാക്കിയ നിയമങ്ങളോ ഖാഇദകളോ ഒന്നുമല്ല, മറിച്ച് ഖുർആനും സുന്നത്തും സ്വഹാബാക്കളുടെ ഫഹ്മും അതുമാണ് നമ്മുടെ പ്രമാണം എന്ന് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അത് സ്ഥാപിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ വരിയിലൂടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. അഥവാ അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടത് അത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. റസൂലിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് നൽകിയോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു മുഅ്മിനിന്റെ അവന്റെ നിലപാടിലാണ്. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞുവോ അത് സ്വീകരിക്കുക, അവിടെ നിൽക്കുക. അതാണ് ഖുർആനും സുന്നത്തും, അതാണ് പ്രമാണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ്. ലൻ തളില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. കിതാബല്ലാഹി വസുന്നതി, അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാകുന്നു, അത് അഥവാ ഖുർആനും സുന്നത്തുമാകുന്നു. അപ്പൊ അതാണ് നമ്മുടെ പ്രമാണമായി നാം സ്വീകരിക്കേണ്ടതും അവലംബിക്കേണ്ടതും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവരിൽ മുഹമ്മദ് നബിയുടെ രണ്ട് വിശേഷണങ്ങളാണ് പറയുന്നത്. അൽ മുസ്തഫ അൽ ഹാദി, ഇത് രണ്ടും മുഹമ്മദ് നബിയുടെ നാമങ്ങളല്ല, മറിച്ച് നബിയുടെ വിശേഷണങ്ങളായിക്കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ അൽ മുഖ്താർ അല്ലെങ്കിൽ അൽ മുജ്തബ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അള്ളാഹു വഹി നൽകാൻ തിരഞ്ഞെടുത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അൽ മുസ്തഫ എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു റസൂലുമാരെ തിരഞ്ഞെടുക്കുന്നു, ഇസ്തിഫാഇ ചെയ്യുന്നു, അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ, ഇസ്മാഈൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് അള്ളാഹു കിനാനയെ തിരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് അള്ളാഹു ഖുറൈശ് ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, അങ്ങനെ ഹാഷിമിന്റെ സന്തതികളിൽ നിന്ന് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ്. അള്ളാഹുവിന്റെ റിസാലത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. അള്ളാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാം, അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയാം അള്ളാഹുവിന്റെ റിസാലത്ത് അതെവിടെയാണ് ഏൽപ്പിക്കേണ്ടത്, ആരെയാണ് അതിന് യോഗ്യരായവർ എന്ന് ഏറ്റവും നന്നായി അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്തതാണ് റിസാലത്തും നുബൂവത്തും എന്ന് പറയുന്നത്. അതല്ലാതെ അത് പരിശീലനത്തിലൂടെയോ അതല്ലെങ്കിൽ കുറെ കാലം ഏകാന്തനായി ഭജനമിരുന്നാൽ വനവാസത്തിന് പോയാൽ അതൊന്നും അങ്ങനെയൊന്നും കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ റിസാലത്തും നുബൂവത്തും എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ വാദിക്കുകയാണ്, എനിക്ക് റിസാലത്തുണ്ട് നുബൂവത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് വരികയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വലിയ കുഫറാണ് അവനിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അൽ മുസ്തഫ, അള്ളാഹു തിരഞ്ഞെടുത്ത റസൂൽ. അതുപോലെ അൽ ഹാദി, അൽ ഹാദി എന്ന് പറഞ്ഞാൽ അൽ മുർഷിദ്, വഴി കാണിച്ചു നൽകുന്നവൻ, ഹിദായത്തിന്റെ മാർഗം, ആ മാർഗദർശനം കാണിക്കുന്നവൻ, ആ വഴി നമുക്ക് കാണിച്ചു നൽകുന്നവൻ എന്നതാണ്. ഹിദായത്തിലേക്ക് ചേർക്കുന്നവൻ അല്ലെങ്കിൽ അതിന് തൗഫീഖ് നൽകുന്നവൻ എന്ന അർത്ഥത്തിലല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ ആ മാർഗം കാണിച്ചു നൽകുക, അതിലേക്ക് വഴി കാണിക്കുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാർക്കും അതുപോലെ ഇൽമുള്ള പണ്ഡിതന്മാർക്കുമെല്ലാം അള്ളാഹു നൽകിയ കാര്യമാണ്. അതാണ് അള്ളാഹു പറഞ്ഞതുപോലെ വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബി തീർച്ചയായും നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്നു. ഇവിടെ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ ആ മാർഗത്തിലേക്ക് ചേർക്കുക എന്നതല്ല, മറിച്ച് ആ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഹിദായത്തിന്റെ മാർഗത്തിൽ അതിലേക്ക് ചേർക്കുന്നതും അതിൽ ഉറപ്പിച്ചു നിർത്തുന്നതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നിട്ട് പറയുകയാണ് വല അതഅവ്വലു, ഞാൻ തഅ്വീൽ നടത്തുകയില്ല. ഇവിടെ തഅ്വീൽ എന്നതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്ന തഹ്രീഫാണ്. അതാണ് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചതായി കാണാം. കാരണം പക്ഷെ ഇവിടെ തഅ്വീൽ എന്ന് അതഅവ്വലു എന്ന് പറയാനുള്ള കാരണം ഈ കവിത അത് ലാമികയാണ്, അഥവാ ലാമിൽ അവസാനിക്കാം, ഓരോ വരികളും ലാമിലാണ് അവസാനിക്കുക. അതുകൊണ്ടാണ് അതഅവ്വലു എന്ന വാക്യം അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഹരീഫ് ആണ്. എന്താണ് തഹരീഫ്, തഅ്വീൽ? നമുക്ക് വിശദീകരിക്കാം. തഅ്വീൽ, ഈ തഅ്വീൽ എന്ന വാക്കിന് അതിന് ചില നല്ല അർത്ഥങ്ങളുണ്ട്. തഅ്വീൽ എന്നതിന് തഫ്സീർ, വിശദീകരണം, അതിന്റെ വിവക്ഷ എന്നൊക്കെ തഅ്വീലിന് അർത്ഥമുണ്ട്. തഫ്സീറുകളിൽ നമുക്ക് കാണാം, മുഫസ്സിരീങ്ങൾ അവർ ഒരായത്ത് വിശദീകരിക്കുമ്പോൾ അവരിങ്ങനെ പറയും, അൽ ഖൗലു ഫി തഅ്വീലി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ വചനത്തിന്റെ തഅ്വീൽ, അതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം, അതിന്റെ വിവക്ഷ ഇങ്ങനെയാകുന്നു. അപ്പോൾ തഫ്സീർ, വിശദീകരണം എന്ന അർത്ഥത്തിൽ തഅ്വീൽ എന്ന വാക്യം ഉപയോഗിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായി കാണാം, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ, അദ്ദേഹം കുട്ടിയായിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത്, ഈ കുഞ്ഞുമകന് നീ തഅ്വീൽ പഠിപ്പിച്ചു കൊടുക്കണം, അഥവാ തഫ്സീർ. അപ്പോൾ തഫ്സീർ എന്നൊരു അർത്ഥം തഅ്വീൽ എന്ന വാക്യത്തിനുണ്ട്. അതുപോലെ തന്നെ തഅ്വീലിന്റെ മറ്റൊരർത്ഥമാണ് ഒരു വാക്കിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന മുതബാദിറായ അർത്ഥം, അതിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് സൂചന നൽകുക. അങ്ങനെ ആ സൂചന നൽകുന്ന മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ്, അതിനും തഅ്വീൽ എന്ന് പറയും. എന്നാൽ തഹരീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഹരീഫ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ അതിന്റെ ബാഹ്യമായ അർത്ഥം, അതിന്റെ ആ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിക്കുക. അങ്ങനെ അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥം കൽപ്പിക്കാൻ മറ്റു വല്ല തെളിവുകളോ മറ്റു വല്ല കരീനകളോ ഒന്നുമില്ല. അങ്ങനെ
ആ വാക്യത്തെ മറ്റൊരർത്ഥം, തെറ്റായൊരർത്ഥം തെളിവുകളൊന്നുമില്ലാതെ കൽപ്പിക്കുന്നതിനാണ് തഹരീഫ് എന്ന് പറയുക. പക്ഷേ ഈ പിഴച്ചുപോയ കക്ഷികൾ അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവർ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്താറുള്ളത് ഞങ്ങൾ തഅ്വീലാണ് ചെയ്യാറുള്ളത്. കാരണം ജനങ്ങൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി, തഅ്വീൽ എന്നതിന് നല്ല അർത്ഥമുണ്ട്, ആ അർത്ഥത്തിൽ അവർ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളെ അവർ ജനങ്ങൾക്കിടയിൽ തഅ്വീൽ എന്ന് പരിചയപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് തഅ്വീലല്ല, മറിച്ച് തഹരീഫാൻ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞതായി കാണാം. മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. അവർ വാക്കുകളെ തഅ്വീൽ നടത്തുന്നവരാണ്, തഹരീഫ് നടത്തുന്നവരാണ്. യഹൂദികളെ കുറിച്ച് പറയാൻ അവർ തഹരീഫ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വാക്കിനെ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് മറ്റ് തെളിവുകളൊന്നുമില്ലാതെ അതിന് മറ്റൊരർത്ഥം കൽപ്പിക്കുക, തെറ്റായൊരർത്ഥം കൽപ്പിക്കുക, അതിനാണ് എന്ത് പറയുക? തഹരീഫ് എന്ന് പറയുക. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ വരിയിൽ ഇവിടെ ഉദ്ദേശിച്ച അർത്ഥം അതാണ്. അപ്പോൾ വരിയുടെ മൊത്തത്തിലുള്ള അർത്ഥം എങ്ങനെയായിരിക്കും? അള്ളാഹുവും റസൂലും എന്തെന്ന് പറഞ്ഞുവോ അതാണ് ഞാൻ പറയുന്നതും വിശ്വസിക്കുന്നതും. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ട കാര്യം. ഞാനതിനെ എന്താക്കുകയില്ല? തഹരീഫ് നടത്തുകയില്ല. അതിന്റെ അർത്ഥത്തെ മറ്റൊരർത്ഥം, തെറ്റായ അർത്ഥം ഞാനതിന് കൽപ്പിക്കുകയില്ല, ഞാനതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്നുള്ളതാണ്. ഇനി ഈ തഹരീഫിന് രണ്ട് ഇനങ്ങളുണ്ട്. ഒന്നാമത്തേത് തഹരീഫുൻ ലഫ്ളിയുൻ, ലഫ്ളിയായ തഹരീഫ്, അഥവാ ആ വാക്കിന്റെ ഘടനയിൽ മാറ്റം വരുത്തുക, അതിന്റെ ഹറക്കാത്തുകൾ മാറ്റുക, അതല്ലെങ്കിൽ ആ വാക്കിലെ ചില അക്ഷരങ്ങൾ അതിലേക്ക് വർജിപ്പിക്കുക, ചില അക്ഷരങ്ങൾ അതിലേക്ക് കുറക്കുക, അങ്ങനെയൊക്കെ വാക്കിന്റെ ഘടനയിലുള്ള മാറ്റം വരുത്തി അങ്ങനെ അർത്ഥത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഇനം, അതാണ് തഹരീഫുൻ ലഫ്ളിയുൻ എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം നമുക്ക് കാണാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വകല്ലമല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിച്ചു എന്നതാണ്. ഇതിനെ ചില ആളുകൾ അവരെന്താക്കി? കല്ലമല്ലാഹു, അല്ലാഹു എന്നതിലെ ആ മമ്മ് അതിനെ അവർ എന്താക്കി? മാറ്റിക്കളഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? വകല്ലമല്ലാഹ മൂസ തക്ലീമ. അപ്പോൾ അതിന്റെ അർത്ഥം മാറുകയാണ്. മൂസാ നബി അള്ളാഹുവോട് സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ആ പദത്തിൽ അവർ കൈകടത്തലുകൾ നടത്തുകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലെ അള്ളാഹു പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനായ അള്ളാഹു അവൻ അർശിന് മീതെയായിരിക്കുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അല വർത്തഫ. എന്നാൽ ജഹ്മിയാക്കൾ അവരെന്ത് ചെയ്തു? ഇവിടെ ഇസ്തവ എന്നുള്ളവിടെ ഒരു ലാമ് വർജിപ്പിച്ചു. അർ-റഹ്മാനു ഇസ്തവ എന്നുള്ളവിടെ ഇസ്തൗല എന്നവറാക്കി. ഇവിടേക്ക് എന്താണ്? ആ വാക്കിൽ അവരെന്താക്കുകയാണ്? വർജിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നൂനുൽ യഹൂദി വലാമുൽ ജഹ്മിയ്യി. യഹൂദികളുടെ നൂന്, അഥവാ യഹൂദികൾ, അവരോട് അല്ലാഹു വഖൂലു ഹിത്ത എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നൂന് വർദ്ധിപ്പിച്ചു, ഹിൻത എന്നാക്കി. അതുപോലെ ലാമുൽ ജഹ്മിയാക്കളുടെ ലാം ഏതാണ്? ഇസ്തവ എന്നുള്ളത് ഇസ്തൗല, അവരവിടെ ഒരു ലാമ് വർദ്ധിപ്പിച്ചു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നൂനുൽ യഹൂദി വലാമുൽ ജഹ്മിയ്യി. യഹൂദികളുടെ നൂനും ജഹ്മിയാക്കളുടെ ലാമും അവ രണ്ടും ഫി വഹ്യി റബ്ബിൽ അർശി സായിദതാനി. അർശിന്റെ റബ്ബായ അള്ളാഹു അവതരിപ്പിച്ച വഹയിൽ ഈ രണ്ടക്ഷരങ്ങളും വർദ്ധിച്ചതാണ്, അതിലില്ലാത്തതാണ്. അപ്പോൾ അവര് അത് വർദ്ധിപ്പിച്ചതാണ്. എന്താണ്? ഇതൊരു തഹരീഫാണ്, തഹരീഫുൻ ലഫ്ളിയുൻ. രണ്ടാമത്തെ ഇനമാണ് തഹരീഫുൻ മഅനവിയുൻ. മഅനവി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് എന്തുണ്ടാവില്ല? ഒരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഹറക്കത്തുകളും മാറിയിട്ടുണ്ടാവില്ല, അതിൽ ചില അക്ഷരങ്ങൾ കുറച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിന്റെ അർത്ഥം എന്താക്കാം? അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന്, ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് മറ്റ് തെളിവുകളൊന്നും കൂടാതെ എന്ത് ചെയ്യാം? ഒരു തെറ്റായ അർത്ഥം അതിന് നൽകുക, അതിനെ ദുർവ്യാഖ്യാനിക്കുക. ഇതാണ് തഹരീഫുൻ ലഫ്ളി എന്ന് പറയുന്നത്. ഉദാഹരണമായി അള്ളാഹുവിന്റെ വജ്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് എന്ന് വ്യാഖ്യാനിക്കുക. അതല്ലെങ്കിൽ അള്ളാഹു രാത്രിയുടെ 1/3, അവസാനത്തെ 1/3
അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന ഹദീസ്. അപ്പൊ അള്ളാഹുവിന്റെ ഇറക്കം, അതിനെ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്, അതല്ലെങ്കിൽ മലക്കുകൾ ഇറങ്ങുമെന്നാണ്. ഇങ്ങനെയൊക്കെ അതിനെ ദുർവ്യാഖ്യാനിക്കുക, അതിന്റെ അവാഹിറായ അർത്ഥത്തിൽ നിന്ന് മറ്റൊരു തെറ്റായ അർത്ഥം അതിന് സങ്കല്പിക്കുക. പക്ഷെ അവിടെ ലഫ്ലിൽ എന്തില്ല, മാറ്റങ്ങൾ വരുത്തുന്നില്ല. അതിൽ മഅനയിൽ, അർത്ഥത്തിലാണ് അവർ കൈകടത്തലുകൾ നടത്തുന്നത്. ഈ രണ്ട് തഹരീഫും രണ്ടും വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ വല അതഅവ്വലു, ഇങ്ങനെയുള്ള തഹരീഫുകളൊന്നും, തഅ്വീൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തഹരീഫാണ്, അതുകൊണ്ട് ഈ തഹരീഫുകളൊന്നും ഞാൻ നടത്തുകയില്ല എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിന്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഇനി നാം പറയാൻ പോകുന്ന കാര്യങ്ങൾ മഹാനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഖവാഇദുൽ മുസ്ല എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നാം പറയുന്നത്. അള്ളാഹുവെ കുറിച്ച് നാം എന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, ഇതറിയാൻ നമുക്ക് മുൻപിൽ 2 മാർഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അസ്മാഉല്ലാഹി തൗഖീഫിയ്യത്തുൻ ലാ മജാല ലിൽ അഖ്ലി ഫീഹ. അള്ളാഹുവിന്റെ നാമങ്ങൾ അത് തൗഖീഫിയാണ്. തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും എന്തു വന്നുവോ അവിടെ നിൽക്കുക, അവിടെ വഖഫ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതിൽ ലാ മജാല ലിൽ അഖ്ലി ഫീഹ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന് ഏതൊക്കെ നാമങ്ങളാണ് വേണ്ടത്, അള്ളാഹുവിന് എന്തൊക്കെ വിശേഷണങ്ങളാണ് വേണ്ടത്, അത് കണ്ടുപിടിക്കാൻ അവിടെ നമ്മുടെ ബുദ്ധിക്കെന്തില്ല, അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, അതല്ലെങ്കിൽ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രമാണങ്ങളിൽ എന്തു വന്നുവോ, ഖുർആനിലും സുന്നത്തിലും എന്തു വന്നുവോ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു അവനെക്കുറിച്ച് അറിയിച്ചു നൽകിയ നാമങ്ങൾ അത് നാം വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവെക്കുറിച്ച് അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചു നൽകിയ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്, അത് നാം വിശ്വസിക്കുക. അതിനപ്പുറമായി കൂട്ടുവാനോ കുറക്കുവാനോ ഒന്നും നമുക്ക് നിർവാഹമില്ല. അതാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ യൂസഫുല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു ഔ വസഫഹു ബിഹി റസൂലുഹു. അള്ളാഹുവിനെ നാം വിശേഷിപ്പിക്കുകയില്ല അള്ളാഹു അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചതല്ലാതെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും നാം അള്ളാഹുവെക്കുറിച്ച് വിശേഷിപ്പിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ലാ യതജാവസുൽ ഖുർആന വൽ ഹദീസ്, ഖുർആനും ഹദീസും അത് വിട്ടുകിടക്കുകയില്ല. അതിലെന്ത് വന്നുവോ അത് സ്ഥിരപ്പെടുത്തുക എന്നതാണ്, അതിന് കീഴ്പ്പെടുക, അതാണ് ഒരു മുഅ്മിനിന്റെ നിലപാട്, അതായിരിക്കണം എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് അള്ളാഹുവും റസൂലും അറിയിച്ചു നൽകിയ നാമങ്ങൾ മാത്രമാണ്, അത് മാത്രമേ നാം സ്ഥിരപ്പെടുത്താവൂ, വിശ്വസിക്കാവൂ എന്ന് പറയാനുള്ള കാരണം എന്താ? പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹു എന്നുള്ളത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ അസ്മാകളും സിഫാത്തുകളും അതൊക്കെ ഗൈബിയായ കാര്യമാണ്. ഇത്തരത്തിൽ ഗൈബിയായ അത് സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഖുർആനും സുന്നത്തുമാകുന്ന വഹിയിലൂടെ നമുക്കത് സ്ഥിരപ്പെടേണ്ടതുണ്ട്. അല്ലാത്തതൊന്നും നമുക്ക് എന്താക്കാൻ കഴിയില്ല, സ്ഥിരപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മുടെ ബുദ്ധികൾ കൊണ്ട്, ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റിയ മേഖലയല്ല അത്, മറിച്ച് ഗൈബിയായ കാര്യമാണ്. അതാണ് ഒന്നാമത്തേത്, അള്ളാഹു പൂർണ്ണമായും സൃഷ്ടികളെ സംബന്ധിച്ച് ഗൈബിയാണ് എന്നത്. രണ്ടാമത്തേത്, അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു അവനെക്കുറിച്ച് അറിയിച്ചു നൽകിയ കാര്യങ്ങൾ, സ്വയമായി അറിയിച്ചു നൽകിയ കാര്യങ്ങൾ, അതാണ് നാം വിശ്വസിക്കേണ്ടത്. ഇതിനപ്പുറത്തേക്ക് മറ്റു വഴികൾ, മാർഗങ്ങൾ നാം തേടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹു വെച്ചാൽ സത്യസന്ധമായി വിവരം നൽകുന്നവനായി മറ്റാരുണ്ട്? അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും നന്നായി, ഏറ്റവും സത്യസന്ധമായ നിലയിൽ നമുക്ക് കാര്യങ്ങൾ അറിയിച്ചു നൽകുന്നവൻ. അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് ചോദിച്ചതായി കാണാം, യഹൂദികളോട് ചോദിച്ചതായി കാണാം, ഖുൽ അഅൻതും അഅലമു അമില്ലാഹ്, നബിയെ അവരോട് ചോദിക്കുക, നിങ്ങളാണോ അതല്ല അള്ളാഹുവാണോ ഏറ്റവും കൂടുതലായി അറിയുന്നവൻ? അല്ലെ, അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ്, അള്ളാഹുവാണ്
ഏറ്റവും നന്നായി അറിയുന്നവൻ, അവനെ അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണ്. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത്, സൃഷ്ടികളിൽ അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ നമുക്ക് അറിയിച്ചു നൽകിയത് അത് നാം വിശ്വസിക്കുക, സ്ഥിരപ്പെടുത്തുക, അതിന് കീഴ്പ്പെടുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വഅന അഅലമുകും ബില്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. അപ്പോൾ അള്ളാഹുവെ കുറിച്ച് റസൂൽ അറിയിച്ചു നൽകിയ കാര്യങ്ങൾ അത് സ്ഥിരപ്പെടുത്തുക, അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട 3 കാരണങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ സ്ഥിരപ്പെടുത്താൻ നമ്മൾ ഖുർആനും സുന്നത്തും മാത്രമേ അവലംബിക്കാവൂ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഇതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി, ഇതാണ് മാർഗം, ഇതാണ്. അതല്ലാതെ ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ നാമങ്ങളെ നിഷേധിക്കുക, ഇഷ്ടമുള്ളത് അംഗീകരിക്കുക, അങ്ങനെ നാം ബുദ്ധി നാം ഈ വിഷയത്തിൽ ഉപയോഗിച്ചാൽ പല കക്ഷികളും പിഴച്ചു പോയതുപോലെ ചില ആളുകൾ അവരതാ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും മുഴുവനായും നിഷേധിക്കുകയാണ്. അവരാണ് ജഹ്മിയാക്കൾ എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ. ചില വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിന് സിഫാത്തുകളില്ല, അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിശേഷണങ്ങൾ മുഴുവൻ നിഷേധിക്കുകയാണ്. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, നാമങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്, അവരാണ് മുഅ്തസില. എന്നാൽ ചില വിഭാഗം അവർ അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അതോടൊപ്പം അള്ളാഹുവിന് 7 സിഫാത്തുകളുണ്ട്, ബാക്കിയുള്ളതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ, അശ്അരികളെ പോലെ. അതേപോലെ പിഴച്ച ചില കക്ഷികൾ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളാണ്. അവരൊക്കെ പിഴക്കാനുണ്ടായ കാരണം എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ അത് സ്ഥിരപ്പെടുത്തുന്നതിൽ ഖുർആനും സുന്നത്തിലും എന്തു വന്നുവോ അവിടെ നിൽക്കാതെ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിൽക്കാലത്ത് വന്ന ഗ്രീക്ക് ചിന്താ തത്വകന്മാർ അവരുടെ കായികകൾ ഉപയോഗിച്ച് ബുദ്ധിപരമായ ഇത്തരത്തിലുള്ള പിഴച്ച മാർഗങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് നമ്മുടെ നിലപാട് അസ്മാഉല്ലാഹി തൗഖീഫിയ്യ, ഖുർആനിലും സുന്നത്തിലും എന്തു വന്നുവോ അവിടെ നിൽക്കുക. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല ഇത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ കുറിച്ച് ഇങ്ങനെ അറിവില്ലാത്ത സംസാരിക്കുക എന്നത് വളരെ ഗുരുതരമായ ഗൗരവമേറിയ പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ തെറ്റുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരായത്തിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽ ഫവാഹിഷ് മാ വഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായതും അതുപോലെ പരോക്ഷമായതുമായ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും നീചവൃത്തികളും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അതുപോലെ വൽ ഇസ്ം വൽ ബഗി ബിഗൈരി ഹഖിൻ, അതേപോലെ അധർമ്മവും അതേപോലെ ന്യായം കൂടാതെയുള്ള കയ്യേറ്റം അഥവാ ജനങ്ങളോട് അന്യായം പ്രവർത്തിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അതിനുശേഷം അള്ളാഹു പറയുന്നത് ശിർക്കാണ്. അള്ളാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ശിർക്കാണ് അതിനുശേഷം പറയുന്നത്. എന്നിട്ട് അവസാനമായിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നു വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത്, വിവരമില്ലാത്തത് പറയുക എന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ തെറ്റുകളെ എങ്ങനെയാണ് എണ്ണിയിട്ടുള്ളത്? ആദ്യം ഏറ്റവും തെറ്റുകൾ, അത് എല്ലാ തെറ്റുകളും ഒരേ പദവിയിലല്ല, ഗൗരവമുള്ളതുണ്ട്, ഗൗരവമേറിയതുണ്ട്. അങ്ങനെ ഏറ്റവും ഗൗരവം കുറഞ്ഞത് ആദ്യം, പിന്നീട് അതിനേക്കാൾ ഗൗരവമുള്ളത്, അങ്ങനെ ഗൗരവം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് ഈ ആയത്തിന്റെ ഘടന. അങ്ങനെയാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ, ശിർക്കിനേക്കാൾ അള്ളാഹു ഗൗരവമേറിയതായി പാപമായി പറഞ്ഞത് അള്ളാഹുവെ കുറിച്ച് അറിവില്ലാത്തത് പറയുക, സംസാരിക്കുക എന്നതാണ്. കാരണം എല്ലാ ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ തുടക്കം എന്താണ്? അള്ളാഹുവെ കുറിച്ച് അറിവില്ലാതെ സംസാരിച്ചതാണ്. അതുകൊണ്ട് അത്രയും ഗൗരവമേറിയ വിഷയമാണ് അള്ളാഹുവെ കുറിച്ച് അറിവില്ലാത്തത് പറയുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ അതിൽ അറിവില്ലാതെ സംസാരിക്കുന്ന ആളുകൾ അങ്ങേയറ്റം പേടിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെയും നീ പോകരുത്, അതിനെ പിൻപറ്റാൻ പാടില്ല. കാരണം ഇന്ന സമഅ വൽ ബസറ
വൽ ഫുആദ, നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയവും, ഇതൊക്കെ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അള്ളാഹു അതിനെക്കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അറിവില്ലാത്ത കാര്യത്തെ പിൻപറ്റാൻ പാടില്ല. ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ മറ്റൊരർത്ഥമുണ്ട്. വലാ തഖ്ഫു എന്ന് പറഞ്ഞാൽ വലാ തഖുൽ, നീ പറയാൻ പാടില്ല മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തൊരു കാര്യവും നീ പറയാൻ പാടില്ല. കാരണം നിന്റെ കേൾവിയും കാഴ്ചയും ഒക്കെ എന്താണ്? ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അറിവില്ലാത്ത കാര്യം പറയുക, അത് പിൻപറ്റുക, ഇതൊന്നും ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ നിലപാടല്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് അള്ളാഹുവെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസ്മാഉല്ലാഹി കുല്ലുഹാ ഹുസ്ന. അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം അത് ഹുസ്നയാണ്. എന്താണ് ഹുസ്ന എന്ന് പറഞ്ഞാൽ? അറബിയിൽ അഹ്സൻ എന്നതിന്റെ അതിന്റെ മുഅന്നസാണ് ഇത് ഹുസ്ന, അൽ ഹുസ്ന എന്നുള്ളത്. അഥവാ ഏറ്റവും നല്ല നാമങ്ങൾ. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നാമങ്ങൾ, അർത്ഥത്തിലും ഭംഗിയിലും അങ്ങേയറ്റം നന്മകൾ നിറഞ്ഞ നാമങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അള്ളാഹു പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും നല്ല ഉത്തമമായ പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹ, ആ നാമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചുകൊള്ളുക, അവനോട് പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് അള്ളാഹു പറയാൻ. അപ്പോൾ അത് ഹുസ്നയാണ്, അഥവാ ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ഗായതുഹു, അങ്ങേയറ്റം നന്മകൾ നിറഞ്ഞ ഏറ്റവും നല്ല പേരുകൾ. അതിനപ്പുറം ഒരു ഭംഗിയില്ല. ഏറ്റവും പരിപൂർണമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ്, പൂർണ്ണതയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിന്റെ എല്ലാ നാമത്തിലും ഒരു വിശേഷണമുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ എല്ലാ നാമത്തിൽ നിന്നും ഒരു വിശേഷണമുണ്ടാകും. ആ വിശേഷണങ്ങൾ അത് പൂർണ്ണതയുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പോരായ്മകളോ കുറവുകളോ ന്യൂനതകളോ ഒന്നും തന്നെ അതിനുണ്ടാവുകയില്ല. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വ്യക്തമാകും. അള്ളാഹുവിന്റെ ഒരു നാമമാണ് അൽ ഹയ്യ്. അൽ ഹയ്യ് അള്ളാഹുവിന്റെ ഒരു നാമമാണ്. അപ്പോൾ ഈ നാമത്തിൽ നിന്ന് ഒരു വിശേഷണമുണ്ടാകും, അതാണ് അൽ ഹയാത്ത്, ജീവിതം. അപ്പോൾ അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് പരിപൂർണമാണ്. അള്ളാഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ല. അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. വലാ യൽഹഖുഹാ സവാൽ, അള്ളാഹുവിന്റെ ജീവിതം അത് നീങ്ങിപ്പോവുകയില്ല. അഥവാ അള്ളാഹുവിനൊരു മരണം, ഒരു നാശം സംഭവിക്കുകയില്ല. എന്നും നിലനിൽക്കുന്നവനാണ്, ആദ്യമേ ഉള്ളവനാണ്, പരിപൂർണമായ ജീവിതമുള്ളവനാണ് അള്ളാഹു. ഇവിടെ നോക്കൂ, അള്ളാഹുവിന്റെ നാമം അൽ ഹയ്യ്, അതിന്റെ വിശേഷണം അൽ ഹയാത്ത്, അത് പരിപൂർണമായ ജീവിതമാണ്. പരിപൂർണമായ അർത്ഥമുള്ള, യാതൊരു ന്യൂനതകളും ഇല്ലാത്ത ജീവിതമാണ് അള്ളാഹുവിനുള്ളത്. എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാത്തിനും കഴിവുള്ള പരിപൂർണമായ ഹയാത്തുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ സൃഷ്ടികളുടെ കാര്യം അങ്ങനെയല്ല. അവർക്കില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അവർ മരണപ്പെടാനുള്ളവരാണ്, ഈ ദുനിയാവിൽ നിന്ന് നീങ്ങാനുള്ളവരാണ്, നശിക്കാനുള്ളവരാണ്. അതുപോലെ സൃഷ്ടികൾക്ക് ചിലപ്പോൾ ജീവൻ ഉണ്ടാകും, പക്ഷേ ചലിക്കാൻ കഴിയാത്ത ആളുകൾ, കഴിവില്ലാത്തവർ, ഇതൊക്കെ ന്യൂനതകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഹയാത്ത് അങ്ങനെയല്ല, അത് പരിപൂർണമാണ്. അതിൽ ന്യൂനതയുടെ യാതൊന്നും തന്നെ അതിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇനി മറ്റൊരു നാമമാണ് അൽ അലീം. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നത്, അൽ അലീം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്. ആ ഇസ്മിൽ നിന്നുള്ള സിഫത്താണ് അൽ ഇൽം, അള്ളാഹുവിന്റെ ഇൽമ്, അറിവ് എന്നുള്ളത്. ആ ഇൽമ് പരിപൂർണമാണ്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യമേ അറിയാം. അള്ളാഹുവിന് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതിരിക്കുകയും പിന്നീട് അറിയുകയും ചെയ്തു എന്നില്ല, എല്ലാം ആദ്യമേ അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഇൽമ് അതിന് മറവി സംഭവിക്കുകയില്ല, അത് മറന്നു പോവുകയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായും മൊത്തത്തിലും എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്, പരിപൂർണമാണ്. എന്നാൽ സൃഷ്ടികളുടെ ഇൽമ് അങ്ങനെയല്ല. മനുഷ്യന്മാരുടെ കാര്യം എങ്ങനെയായിരുന്നു? അള്ളാഹു പറഞ്ഞില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന്
നിങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകിയ, നമുക്ക് നൽകിയ വിജ്ഞാനങ്ങൾ അത് മാത്രമാണ് നമുക്കുള്ളത്. അത് തന്നെ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അള്ളാഹു നൽകിയ വിജ്ഞാനം തന്നെ വളരെ കുറച്ചാണ്. ആ വിജ്ഞാനങ്ങളുടെ അവസ്ഥ എന്താണ്? നമുക്ക് പ്രായമാകുമ്പോൾ അല്ലെ നമുക്ക് മറവി സംഭവിക്കും, നമ്മൾ മറന്നുപോകും. അതുപോലെ നമുക്ക് അറിയാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു അല്ലെ, ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് വരെ നമുക്ക് അത് അറിയില്ലായിരുന്നു. നമുക്ക് ജഹല് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത്. ആ പഠിച്ച കാര്യം തന്നെ വളരെ കുറച്ചാണ്, മൊത്തത്തിൽ നമുക്ക് അറിയുകയില്ല. അതുപോലെ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ അത് മറവി സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം ന്യൂനതകളുള്ള മനുഷ്യരുടെ വിശേഷണമാണത് അവരുടെ ഇൽമ് എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഇൽമ് അതൊരിക്കലും അങ്ങനെയല്ല. അത് പരിപൂർണതയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ നാമങ്ങൾ എല്ലാം ഹുസ്നയാണ്. അതിന്റെ വിശദീകരണമാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും നാം ഇത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും അർത്ഥവുമൊക്കെ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി മൂന്നാമതായി അസ്മാഉല്ലാഹി ഗൈറു മഹ്സൂറത്തിൻ ബിഅദദിൻ മുഅയ്യൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ അത് ഒരു കൃത്യമായ എണ്ണത്തിൽ നിജപ്പെടുത്തുക എന്നത് സാധ്യമല്ല. അത് സൃഷ്ടികളിൽ ഒരാൾക്കും അറിയുകയില്ല അതിന്റെ കൃത്യമായ എണ്ണം എത്രയാണ്. അള്ളാഹു അതാർക്കും അറിയിച്ചു നൽകിയിട്ടുമില്ല. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നുള്ളത് ഗൈബിയായ കാര്യമാണ്. അള്ളാഹു സൃഷ്ടികളെ സംബന്ധിച്ച് ഗൈബിയാണ്. അപ്പോൾ അള്ളാഹു അറിയിച്ചു നൽകിയത് മാത്രമാണ് നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്രയാണ്, അതിന്റെ കൃത്യമായ എണ്ണം ഇത്രയാണ് എന്ന് പരിമിതപ്പെടുത്തി നിജപ്പെടുത്തി നൽകിയിട്ടില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവെ ഞാൻ നിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നാമങ്ങൾ എങ്ങനെയുള്ളതാണ്? സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് സ്വന്തമായി നിശ്ചയിച്ച നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ച നാമങ്ങൾ. നബിമാർക്ക്, പ്രവാചകന്മാർക്ക്, റസൂലുമാർക്ക് പഠിപ്പിച്ച നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക്, അതല്ലെങ്കിൽ നിന്റെ കിതാബുകളിൽ, നീ ഇറക്കിയ കിതാബുകളിൽ പഠിപ്പിക്കപ്പെട്ട നാമങ്ങൾ. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അതല്ലെങ്കിൽ നിന്റെ പക്കലുള്ള മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൽ അഥവാ ഇൽമുൽ ഗൈബിൽ നീ സ്വന്തമാക്കി വെച്ചതായ നിന്റെ നാമങ്ങൾ, ആർക്കും അറിയിച്ചു കൊടുക്കാതെ വെച്ചതായ നാമങ്ങൾ, അതുപയോഗിച്ച് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ നോക്കൂ, അള്ളാഹുവിന്റെ നാമങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിൽ അവസാനമായി പറഞ്ഞതാണിത്, അള്ളാഹു ഇൽമുൽ ഗൈബിൽ മറച്ചു വെച്ച നാമങ്ങൾ, അതിന്റെ എണ്ണം ഒരാൾക്കും അറിയുകയില്ല. അത് എണ്ണി ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. സൃഷ്ടികളിൽ ഒരാൾക്കും അത് അറിയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത് ധാരാളമാണ്. അതെത്രയാണെന്നത് നമുക്കറിയുകയില്ല. പക്ഷേ ആ നാമങ്ങളിൽ വെച്ച് 99 നാമങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ചില നേട്ടങ്ങൾ, സന്തോഷ വാർത്തകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, അഥവാ 100ൽ നിന്ന് ഒന്ന് കുറവ്. എന്നിട്ട് പറയുന്നു, മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ അർത്ഥം ലഭിക്കുകയില്ല. ആ ഒരു ശൈലിയിലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഈ നാമങ്ങൾ പഠിച്ചാൽ അവർക്കുള്ള പ്രതിഫലം ഇതാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഈ നാമങ്ങൾ ഇഹ്സാ ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്. എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറയുകയാണ്, അതിന് 4 അർത്ഥങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഹിഫ്ളുഹ, അള്ളാഹുവിന്റെ നാമങ്ങൾ അതെന്ത് ചെയ്യുക? മനഃപ്പാഠമാക്കുക, ഹിഫ്ള് ചെയ്യുക. രണ്ടാമത്തേത് മഅരിഫതു മഅനാഹ, ആ നാമങ്ങളുടെ അർത്ഥവും അതിന്റെ ആശയവും, ആ നാമങ്ങൾ എന്താണ് തേടുന്നത് എന്ന് മനസ്സിലാക്കുക, പഠിക്കുക. മൂന്നാമത്തേത് അൽ അമലു ബിമുഖ്തളാഹ, ആ നാമങ്ങൾ പഠിച്ചാൽ അതിനനുസരിച്ച് അമല് ചെയ്യുക. ഉദാഹരണമായി അള്ളാഹു അവൻ അഹദാണ്, അൽ അഹദ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം
അത് മനഃപ്പാടമാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അതനുസരിച്ച് അമല് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ കേവലം മനഃപ്പാടമാക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യമല്ല ഇഹ്സാ എന്ന് പറയുന്നത്. അള്ളാഹു അഹദാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കുചേർക്കാൻ പാടില്ല. അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകിയാൽ അവരെന്താണ്? അള്ളാഹുവിന്റെ അൽ അഹദ് എന്ന നാമം അനുസരിച്ച് അമല് ചെയ്തിട്ടില്ല. അള്ളാഹു അർ റസാഖ് ആണെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അള്ളാഹു അല്ലാത്തവരിലേക്ക് റിസ്ക് ചോദിക്കുക അത് പാടില്ല. അങ്ങനെ ഓരോ നാമവും അങ്ങനെയാണ്, അതനുസരിച്ച് അമല് ചെയ്യണം. അപ്പോഴാണ് ഇഹ്സാഇന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നത്. നാലാമത്തേത് ദുആഉഹു ബിഹ, ആ നാമങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ നേരത്തെ ഓതിയ വചനം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. എന്നിട്ട് പറയുന്നു ഫദ്ഉഹു ബിഹ, നിങ്ങൾ അത് ഉപയോഗിച്ച് അള്ളാഹുവിനെ വിളിച്ചുകൊള്ളുക, അവനോട് പ്രാർത്ഥിച്ചുകൊള്ളുക, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിച്ച് തേടുക. യാ റഹ്മാൻ യാ റഹീം, അങ്ങനെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തേടുക. ഇത് തവസ്സുലിന്റെ ഒരു മാർഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇഹ്സാ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം. ഇപ്പൊ നാം പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ അത് കൃത്യമായ ഒരു എണ്ണത്തിൽ പരിമിതപ്പെടുത്തുക പരിമിതപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നാം ഒരാമുഖം എന്ന നിലയ്ക്ക് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത വരികൾ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്കവിടെ സൂചിപ്പിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.